ഒരു ബന്ധം തകരാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരിക്കൽ നമ്മൾ മാറി നിൽക്കുന്ന നിമിഷം തന്നെ അതിൻ്റെ തുടക്കം എഴുതി തീർന്നിരിക്കുമെന്നുള്ളതാണ്. ജീവിതം എന്നുള്ളത് ഒരാളുടെ മാത്രം യാത്രയൊന്നുമല്ല, അത് രണ്ട് ഹൃദയങ്ങളുടെ സഖ്യതയൊക്കെയാണ്. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവോ നമ്മെ വിളിക്കുമ്പോൾ അത് പകലായാലും ശരി രാത്രി ആയാലും ശരി അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടല്ലേ. ഒരു നിമിഷം നമ്മളോടൊപ്പം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മെ അവരുടേതായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത്തരം ഒരു വിളിക്ക് മറുപടി പറയാതെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ വേണ്ട, എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് മാറി മുഖം തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് മറ്റൊരാളോട് പറയുന്ന പോലെയൊക്കെ തന്നെ നിനക്കതൊക്കെ തന്നെ ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെയോ അല്ലെങ്കിൽ അവനെയോ അവഗണിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ല. സ്നേഹിതന്മാരെ സൂക്ഷിക്കണം കേട്ടോ. അത്തരമൊരു മാറി നിൽക്കൽ ചെറുതായി നിങ്ങൾക്ക് തോന്നിയാലും അതാണ് ഒരു വലിയ അകലത്തിന് തുടക്കമെന്നാണ് പറയാം. ആദ്യം മനസ്സിൽ ചെറിയൊരു നിരാശയൊക്കെ നമുക്ക് തോന്നും, പിന്നെ അത് മിണ്ടാതായി തീരുന്ന ബന്ധങ്ങളായി മാറും. ഒടുവിൽ ഒറ്റപ്പെട്ട നിലയിൽ ഒരാൾ ഉറങ്ങുകയും മറ്റൊരാൾ കരയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും ഭദ്രമായ ഉറക്കം അല്ലെങ്കിൽ ഏറ്റവും ഭദ്രമായ ഇരിപ്പിടം എവിടെയാണെന്നറിയോ? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും ഇടയിൽ ഏറ്റവും സുരക്ഷിതമായി കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ കഴിയുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അവരുടെ പങ്കാളിയുടെ കരങ്ങളിൽ അടുത്താണ് എന്നുള്ളതാണ്. അവിടെ തണുപ്പില്ല, അവിടെ ഭയമില്ല, അവിടെ വായിച്ചു പോകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു മറുപടി ഉണ്ടെന്നറിയോ? സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ മാറി നിൽക്കാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഒരു സ്പർശനം മതി, ഒരു ചിരി മതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ജീവിതം വീണ്ടും പുഷ്പിക്കാനായി പൂക്കാനായി. അവസാനമായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. കാരണം സ്നേഹം എന്നത് നമ്മൾ നൽകുമ്പോഴാണ് ഒരർത്ഥം ജീവിക്കുക എന്നൊക്കെ പറയില്ലേ. അത് തിരിച്ചടിയില്ലെങ്കിലും നൽകാനുള്ളത് ഒരു ത്വര നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ട ഹൃദയങ്ങളൊക്കെ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ സ്നേഹിക്കുക, പരസ്പരം ചേർന്ന് നിൽക്കുക, ജീവിതം അത്ഭുതകരമായി വണ്ടർഫുൾ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. അല്ലേ? അങ്ങനെയല്ലേ?